ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ കേരളത്തിന് 3 മേഖലയിലാണ് നേട്ടമുണ്ടാവുക. മത്സ്യോൽപാദന മേഖല, തേയില, മരുന്ന്, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ കയറ്റുമതി കൂടും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 6.7 ലക്ഷം കോടിയുടെ കയറ്റുമതി 27 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. ഒപ്റ്റിക്കൽ, മെഡിക്കൽ, സർജിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് നികുതി ഉണ്ടാകില്ല. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മദ്യം, ബിയർ, വൈൻ എന്നിവയുടെ തീരുവയും കുറയും. പി ബസന്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബസന്ത്, എല്ലാ ഡീലുകളുടെയും മുകളിൽ ലോകത്തെ വ്യാപാര മേഖലയെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു വലിയ കരാറിൽ ഒപ്പുവെച്ച സന്തോഷമാണ് പ്രധാനമന്ത്രിയുടെ അടക്കം വാക്കുകളിൽ ഉണ്ടായിരുന്നത്. അത് കേരളത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. മാധു, തീർച്ചയായും കേരളത്തിൽ ഇപ്പോൾ മത്സ്യോൽപ്പന്ന മേഖല, അതോടൊപ്പം തന്നെ തേയില, അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കയറ്റുമതി, ഈ 3 മേഖലകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തു കാട്ടുന്നത്. അതിൽ മത്സ്യോൽപ്പന്ന മേഖല തന്നെയായിരിക്കും കേരളത്തിന് കൂടുതൽ പ്രയോജനകരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പ്രത്യേകിച്ചും ചെമ്മീൻ്റെ കയറ്റുമതി വലിയ തോതിൽ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് അറിയാം. അമേരിക്ക 50% തീരുവ ഏർപ്പെടുത്തിയോടെ തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയാണ് ഈ മേഖല നേരിട്ടിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അതായത് 27 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഈ മത്സ്യ കയറ്റുമതി, പ്രത്യേകിച്ചും ചെമ്മീൻ കയറ്റുമതി, ഇതിന് ഗുണകരമായ തരത്തിലുള്ളതാണ് ഇപ്പോൾ ഈ കരാർ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തേയില രംഗത്ത്, അല്ലെങ്കിൽ തേയില ഉൽപ്പാദന രംഗത്തും വലിയ തോതിലുള്ള കയറ്റുമതിക്ക് സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. അതുപോലെ മരുന്ന് നിർമ്മാണം മേഖലയിലും മെഡിക്കൽ ഉപകരണ രംഗത്ത് നിന്നും കയറ്റുമതിക്ക് വലിയ തോതിലുള്ള നേട്ടം ഈ കരാർ വഴി കേരളത്തിന് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 3 മേഖലയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഈ 3 മേഖലകളാണ്. അതായത് മത്സ്യോൽപ്പന്നങ്ങൾ, തേയില, അതോടൊപ്പം തന്നെ ഈ മരുന്ന് നിർമ്മാണ മേഖലകൾ. ഈ 3 മേഖലകളുടെ കാര്യത്തിലാണ് കേരളത്തിൻ്റെതെങ്കിൽ മറ്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി തന്നെ ഏകദേശം 6.7 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി സാധ്യതകളാണ് ഈ ഇൻഡോ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിലൂടെ ലഭിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഏകദേശം 7ഓളം മേഖലകളിൽ പൂർണ്ണമായും നികുതിയില്ലാത്ത തരത്തിലേക്ക് മാറുന്നു എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചില സാധനങ്ങൾക്ക് ഇന്ത്യ നികുതി കുറച്ചു കൊടുക്കാൻ ഉള്ള ഒരു തീരുമാനവുമായിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ ആഡംബര കാറുകളാണ്. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ 110 നിന്നും 30 മുതൽ 35% വരെ കുറച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കരാർ പ്രകാരമുള്ള ധാരണ. അതുപോലെ തന്നെ വൈൻ, അതായത് യൂറോപ്യൻ വൈനുകളുടെ ഇറക്കുമതി തീരുവയും 65% നിന്നും 20ലേക്കും, അതോടൊപ്പം തന്നെ മദ്യം, ബീർ തുടങ്ങിയ കാര്യങ്ങളിലും കുറച്ച് കുറവ് വരുത്താൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്നും ഈ ലെതർ ഉൽപ്പന്നങ്ങൾ, വജ്രം, ആഭരണങ്ങൾ, ഇവയെല്ലാം തന്നെ വലിയ നേട്ടമായിരിക്കും ഉണ്ടാക്കുക. സ്വാഭാവികമായും ലെതർ ഉൽപ്പന്നങ്ങളുടെ കാര്യം വരികയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ആഗ്ര, കാൺപൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ അതിൻ്റെ ക്ലസ്റ്ററുകൾ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് വലിയ നേട്ടത്തിന് വഴിവെക്കും എന്നുള്ള തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഏതായാലും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻ ഡെറും ഒക്കെ പറയുന്നത് ഇത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാർ എന്നുള്ളതാണ്. ആഗോള വ്യാപാരത്തിലെ 1/3 ഈ കരാറിലൂടെ നമുക്ക് പ്രയോജനകരമാകും എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് 50% തീരുവ ഇപ്പോഴും പുനഃപരിശോധിക്കാൻ തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിൽ പുതിയ കമ്പോളങ്ങൾ ഇന്ത്യ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. അമേരിക്കയുടെ തീരുവ വന്ന ശേഷം നാലാമത്തെ കരാറാണ് ഇപ്പോൾ ഈ വ്യാപാര രംഗത്ത് ഇന്ത്യ ഒപ്പിടുന്നത്. നേരത്തെ UK, അതുപോലെ തന്നെ ഒമാൻ, ന്യൂസിലാൻഡ്, ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകൾ നേരത്തെ നിലവിൽ വന്നിരുന്നു. UK-യിലേത് ഏകദേശം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ടിട്ടുള്ളതിന് സമാനമായ കരാർ തന്നെയാണ് UK-യുമായും ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ളത്.
ശരി, പി ബസന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാർ ഒപ്പുവച്ചിരിക്കുന്നു. ലോക സാമ്പത്തിക മേഖലയെ തന്നെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്നതും അതിനുള്ള ത്രാണിയുള്ളതുമായ വ്യാപാര കരാറിലേക്കാണ് ഇന്ത്യ പങ്കാളിയായിരിക്കുന്നത്. മത്സ്യമേഖല, മരുന്ന് കയറ്റുമതി മേഖല തുടങ്ങിയിടങ്ങളിലൊക്കെ കേരളത്തിനും തേയില രംഗത്തും കേരളത്തിലും ഗുണകരമായി മാറും കരാർ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത്.